ലൂയി പതിനെട്ടാമൻ രാജാവായതിന് ഒരു വർഷത്തിനു ശേഷം ജയിൽ ഇൻസ്പെക്ടർ ജനറൽ സന്ദർശനത്തിന് എത്തി. തടവറയുടെ ആഴങ്ങളിൽ കിടക്കുന്ന ദാന്തസ് ഉരുക്കങ്ങളുടെ ശബ്ദം കേട്ടു. ഒരു തടവുകാരന് മാത്രമേ അത്രയും ചെറിയ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയൂ. ഓരോ മണിക്കൂറിലും തടവറയുടെ മേൽക്കൂരയിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളിയുടെ ശബ്ദം പോലും അവൻ കേൾക്കാറുണ്ടായിരുന്നു. പുറം ലോകത്ത് എന്തോ നടക്കുന്നുണ്ടെന്ന് അവൻ ഊഹിച്ചു. എന്നാൽ ലോകവുമായുള്ള ബന്ധം പണ്ടേ നഷ്ടപ്പെട്ടതിനാൽ താൻ മരിച്ചുവെന്നാണ് അവൻ കരുതിയിരുന്നത്. ഇൻസ്പെക്ടർ ഓരോ തടവറകളും സന്ദർശിച്ചു. തടവുകാരുടെ പെരുമാറ്റം അദ്ദേഹം നിരീക്ഷിച്ചു. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഭക്ഷണം വളരെ മോശമാണെന്നും തങ്ങളെ മോചിപ്പിക്കണമെന്നുമാണ് എല്ലാവരും ഒരേപോലെ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു. അവർ തലയാട്ടി. സ്വാതന്ത്ര്യത്തിന് അപ്പുറം അവയ്ക്ക് മറ്റെന്താണ് വേണ്ടത്? ഇൻസ്പെക്ടർ പുഞ്ചിരിയോടെ ഗവർണറെ നോക്കി. ഈ സന്ദർശനങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്ന് എനിക്ക് അറിയില്ല എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. ഒരു തടവുകാരനെ കണ്ടാൽ എല്ലാവരെയും കണ്ടതുപോലെയാണ്. എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ്: മോശം ഭക്ഷണവും തങ്ങൾ നിരപരാധികളാണെന്ന വാദവും. ഇനിയും ആരെങ്കിലും ഉണ്ടോ? അതെ, അപകടകാരികളും ഭ്രാന്തന്മാരുമായ തടവുകാർ താഴത്തെ തടവറകളിലുണ്ട് എന്ന് ഗവർണർ പറഞ്ഞു. നമുക്ക് അവരെയും കാണാം എന്ന് ഇൻസ്പെക്ടർ മടുപ്പോടെ പറഞ്ഞു. ഈ നാടകം അവസാനം വരെ തുടരണമല്ലോ. നമുക്ക് ആ തടവറകൾ കാണാം. ആദ്യം 2 സൈനികരെ വിളിക്കാം എന്ന് ഗവർണർ പറഞ്ഞു. ജീവിതം മടുത്ത ചില തടവുകാർ വധശിക്ഷ കിട്ടാൻ വേണ്ടി അനാവശ്യമായി അക്രമം കാണിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് അപകടമായേക്കാം. ആവശ്യമായ മുൻകരുതലുകൾ എടുത്തോളൂ എന്ന് ഇൻസ്പെക്ടർ മറുപടി നൽകി. 2 സൈനികരെ വിളിച്ചു. ഇൻസ്പെക്ടർ താഴേക്ക് ഇറങ്ങി. ആ പടവുകൾ വളരെ വൃത്തികെട്ടതും ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. അവിടെ ശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു. ദൈവമേ, ഇവിടെ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു. ഇതൊരു അപകടകാരിയായ കുറ്റവാളിയാണ്. ഇയാളെ കണിശമായി നിരീക്ഷിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവുണ്ട്. ഇയാൾ വളരെ ധൈര്യശാലിയാണ് എന്ന് ഗവർണർ പറഞ്ഞു. അയാൾ ഒറ്റയ്ക്കാണോ? തീർച്ചയായും. എത്ര കാലമായി അയാൾ ഇവിടെയുണ്ട്? ഏകദേശം 1 വർഷമായി. വന്നപ്പോൾ തന്നെ ഇവിടെയാണോരിട്ടത്? അല്ല, ഭക്ഷണം നൽകാൻ വന്ന കാവൽക്കാരനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്. കാവൽക്കാരനെ കൊല്ലാനോ? അതെ, ഇപ്പോൾ നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്ന ഈ ആന്തോണിനെ തന്നെ. അത് സത്യമല്ലേ ആന്തോൺ എന്ന് ഗവർണർ ചോദിച്ചു. അതെ, അയാൾ എന്നെ കൊല്ലാൻ നോക്കി എന്ന് കാവൽക്കാരൻ പറഞ്ഞു. അയാൾക്ക് ഭ്രാന്തായിരിക്കും എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. അതിലും കഷ്ടമാണ്, അയാൾ ഒരു പിശാചാണ് എന്ന് കാവൽക്കാരൻ മറുപടി നൽകി. ഞാൻ അയാളെക്കുറിച്ച് പരാതിപ്പെടണോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു. വേണ്ട, അത് കൊണ്ട് കാര്യമില്ല. അയാൾക്ക് ഇപ്പോൾ തന്നെ പകുതി ഭ്രാന്താണ്. അടുത്ത വർഷം ആകുമ്പോഴേക്കും അത് പൂർണ്ണമാകും. അത് അയാൾക്ക് നല്ലതാണ്. അപ്പോൾ വേദന കുറയും എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. അദ്ദേഹം തന്റെ ജോലിക്ക് അനുയോജ്യനായ ഒരു മനുഷ്യനായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് ഗവർണർ പറഞ്ഞു. 20 അടി അകലെ മറ്റൊരു തടവറയിൽ ഒരു വൃദ്ധനായ പുരോഹിതനുണ്ട്. അദ്ദേഹം 1811 മുതൽ ഇവിടെയുണ്ട്. 1813-ൽ അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചു. ഇപ്പോൾ അദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തെ കാണുന്നത് രസകരമായിരിക്കും. ഞാൻ 2 പേരെയും കാണും. എന്റെ ജോലി കൃത്യമായി ചെയ്യണം എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു.
ഇത് അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമായിരുന്നു. തന്റെ അധികാരം കാണിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. നമുക്ക് ആദ്യം ഇയാളെ കാണാം എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും എന്ന് പറഞ്ഞ് ഗവർണർ വാതിൽ തുറക്കാൻ ആംഗ്യം കാണിച്ചു. താക്കോൽ തിരിയുന്ന ശബ്ദം കേട്ടപ്പോൾ ദാന്തസ് തല ഉയർത്തിനോക്കി. വെളിച്ചവുമായി നിൽക്കുന്ന കാവൽക്കാരെയും സൈനികരെയും കണ്ടപ്പോൾ ആരോ വലിയ ഉദ്യോഗസ്ഥൻ വന്നതാണെന്ന് ദാന്തസിന് മനസ്സിലായി. അവൻ കൈകൾ കൂപ്പി മുന്നോട്ട് വന്നു. അവൻ ഇൻസ്പെക്ടറെ ആക്രമിക്കുമെന്ന് കരുതി സൈനികർ തോക്കുകൾ നീട്ടി. ഇൻസ്പെക്ടർ രണ്ടടി പിന്നോട്ട് മാറി. തന്നെ ഒരപകടകാരിയായാണ് അവർ കാണുന്നതെന്ന് ദാന്തസിന് മനസ്സിലായി. അവൻ വളരെ വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഇൻസ്പെക്ടർ ശ്രദ്ധയോടെ കേട്ടു. അയാൾക്ക് ഇപ്പോൾ പേടിയുണ്ട്. ഭ്രാന്തന്മാർക്ക് ഒന്നിനെയും പേടിയില്ല എന്ന് ഇൻസ്പെക്ടർ ഗവർണറോട് പറഞ്ഞു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് അദ്ദേഹം ദാന്തസിനോട് ചോദിച്ചു. ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് അറിയണം. എന്നെ വിചാരണ ചെയ്യണം. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നെ വെടിവെച്ചു കൊന്നോളൂ. നിരപരാധിയാണെങ്കിൽ വിട്ടേക്കണം. നിനക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു. കിട്ടുന്നുണ്ടാകാം, എനിക്കറിയില്ല. അതല്ല പ്രധാനം. ഒരു നിരപരാധി ഇവിടെ കിടന്ന് മരിക്കുന്നത് രാജാവിനും നീതിക്കും നല്ലതല്ല. നീ ഇന്ന് വളരെ വിനയത്തിലാണല്ലോ. അന്ന് കാവൽക്കാരനെ കൊല്ലാൻ നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ എന്ന് ഗവർണർ പറഞ്ഞു. അത് സത്യമാണ്. ഞാൻ അവനോട് മാപ്പ് ചോദിക്കുന്നു. അന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചതായിരുന്നു എന്ന് ദാന്തസ് പറഞ്ഞു. നിനക്ക് ഇപ്പോൾ ഭ്രാന്തില്ലേ? ഇല്ല, ഈ തടവ് എന്നെ മാറ്റി. ഞാൻ ഒരുപാട് കാലമായി ഇവിടെയാണ്. എത്ര കാലമായി എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു. 1815 ഫെബ്രുവരി 28 ആണ് എന്നെ പിടിച്ചത്. ഇന്ന് 1816 ജൂലൈ 30. വെറും 17 മാസമേ ആയിട്ടുള്ളൂ എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. വെറും 17 മാസമോ എന്ന് ദാന്തസ് ചോദിച്ചു. ജയിലിലെ 17 മാസം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. വിവാഹം കഴിക്കാൻ ഇരുന്ന, നല്ലൊരു ജോലി കിട്ടാനിരുന്ന ഒരാൾക്ക് എല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ടു. എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഒരു നാവികന് ഈ തടവ് വലിയ ശിക്ഷയാണ്. എന്നോട് കരുണ കാണിക്കണം. എനിക്ക് ഒരു വിചാരണ എങ്കിലും തരണം. നമുക്ക് നോക്കാം എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് അവനോട് പാവം തോന്നുന്നു. അവനെതിരെയുള്ള തെളിവുകൾ എനിക്ക് കാണിച്ചു തരൂ. തീർച്ചയായും, പക്ഷേ അവനെതിരെ വലിയ കുറ്റാരോപണങ്ങൾ ഉണ്ട് എന്ന് ഗവർണർ പറഞ്ഞു. സാർ, എന്നെ വിട്ടയക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. എന്റെ കുറ്റം എന്താണെന്ന് എങ്കിലും എനിക്ക് അറിയണം. ഈ അനിശ്ചിതാവസ്ഥ സഹിക്കാൻ വയ്യ. വെളിച്ചവുമായി മുന്നോട്ട് നടക്കൂ എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. സാർ, നിങ്ങളുടെ ശബ്ദത്തിൽ എനിക്ക് കരുണ തോന്നുന്നു. എനിക്ക് എന്തെങ്കിലും പ്രതീക്ഷ നൽകൂ എന്ന് ദാന്തസ് പറഞ്ഞു. എനിക്ക് ഒന്നും ഉറപ്പ് നൽകാൻ കഴിയില്ല, പക്ഷേ നിന്റെ കാര്യം ഞാൻ പരിശോധിക്കാം എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ദാന്തസ് പറഞ്ഞു. നിന്നെ ആരാണ് പിടിച്ചത്? വില്ലേഫോർട്ട്. അദ്ദേഹത്തോട് ചോദിക്കൂ. വില്ലേഫോർട്ട് ഇപ്പോൾ ഇവിടെയില്ല. അദ്ദേഹം ദൂരെയുള്ള മറ്റൊരു സ്ഥലത്താണ്. എങ്കിൽ എന്റെ കാര്യം കഷ്ടമാണ് എന്ന് ദാന്തസ് പറഞ്ഞു. വില്ലേഫോർട്ടിന് നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇല്ല, അദ്ദേഹം എന്നോട് ദയ കാണിച്ചിരുന്നു. എങ്കിൽ അദ്ദേഹം എഴുതിവച്ച കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാമല്ലോ. തീർച്ചയായും.
എങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കൂ. ദാന്തസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. വാതിൽ അടഞ്ഞു. പക്ഷേ ഇത്തവണ ദാന്തസിന് കൂട്ടിനായി ഒരു പുതിയ അതിഥിയുണ്ടായിരുന്നു. അത് പ്രതീക്ഷയായിരുന്നു. നമുക്ക് രേഖകൾ പരിശോധിക്കണോ അതോ അടുത്ത തടവറയിലേക്ക് പോകണോ എന്ന് ഗവർണർ ചോദിച്ചു. നമുക്ക് അവരെയെല്ലാം സന്ദർശിക്കാം എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. ഞാൻ ഒരിക്കൽ ആ പടികൾ കയറിയാൽ തിരികെ ഇറങ്ങാൻ എനിക്ക് ധൈര്യം കിട്ടില്ല. ഓ, ഇത് മറ്റൊരാളെപ്പോലെയല്ല. ഇയാളുടെ ഭ്രാന്ത് മറ്റേയാളുടെ യുക്തിയേക്കാൾ കുറഞ്ഞ സങ്കടമേ നൽകുന്നുള്ളൂ. എന്താണ് ഇയാളുടെ ഭ്രാന്ത്? തന്റെ പക്കൽ വലിയൊരു നിധിയുണ്ടെന്ന് ഇയാൾ വിശ്വസിക്കുന്നു. ആദ്യവർഷം തന്നെ മോചിപ്പിക്കാൻ ഇയാൾ സർക്കാരിന് 10 ലക്ഷം ഫ്രാങ്ക് വാഗ്ദാനം ചെയ്തു. രണ്ടാം വർഷം 20 ലക്ഷം, മൂന്നാം വർഷം 30 ലക്ഷം, അങ്ങനെ അത് കൂടി വന്നു. ഇപ്പോൾ ഇയാൾ തടവിലായിട്ട് 5 വർഷമായി. ഇയാൾ നിങ്ങളോട് തനിയെ സംസാരിക്കാൻ ആവശ്യപ്പെടുകയും 50 ലക്ഷം വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. എന്ത് കൗതുകം! എന്താണ് ഇയാളുടെ പേര്? അബ്ബെ ഭാര്യ. നമ്പർ 27, ഇൻസ്പെക്ടർ പറഞ്ഞു. ഇവിടെയാണ്. വാതിൽ തുറക്കൂ, ആന്തി. കാവൽക്കാരൻ അനുസരിച്ചു. ഭ്രാന്തൻ അബ്ബെ എന്ന് വിളിക്കപ്പെടുന്ന ആ തടവുകാരന്റെ മുറിയിലേക്ക് ഇൻസ്പെക്ടർ കൗതുകത്തോടെ നോക്കി. മുറിയുടെ നടുവിൽ ചുവരിൽ നിന്ന് അടർത്തിയെടുത്ത കുമ്മായക്കഷണം കൊണ്ട് വരച്ച ഒരു വട്ടത്തിനുള്ളിൽ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ആ വട്ടത്തിനുള്ളിൽ ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുകയായിരുന്നു. ആർക്കിമിഡീസ് തന്റെ കണക്കുകളിൽ മുഴുകിയിരുന്നതുപോലെ അയാൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടും അയാൾ അനങ്ങിയില്ല. പന്തങ്ങളുടെ വെളിച്ചം മുറിയിൽ നിറഞ്ഞപ്പോൾ അയാൾ തലയുയർത്തി നോക്കി. അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. അയാൾ വേഗത്തിൽ തന്റെ കിടക്കവിരി എടുത്ത് ദേഹത്ത് ചുറ്റി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇൻസ്പെക്ടർ ചോദിച്ചു. എനിക്കോ സാർ, അബ്ബെ അത്ഭുതത്തോടെ മറുപടി പറഞ്ഞു. എനിക്ക് ഒന്നും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇൻസ്പെക്ടർ തുടർന്നു. ജയിൽ സന്ദർശിക്കാനും തടവുകാരുടെ പരാതികൾ കേൾക്കാനുമായി സർക്കാർ എന്നെ അയച്ചതാണ്. ഓ, അത് വേറെ കാര്യമാണ്, അബ്ബെ വിളിച്ചു പറഞ്ഞു. നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ, ഗവർണർ പതുക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാർ, തടവുകാരൻ തുടർന്നു. ഞാൻ റോമിൽ ജനിച്ച അബ്ബെ ഭാര്യയാണ്. 20 വർഷം ഞാൻ കാർഡിനൽ സ്പാഡയുടെ സെക്രട്ടറിയായിരുന്നു. 1811 തുടക്കത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തു. എന്തിനാണെന്ന് എനിക്കറിയില്ല. അന്നു മുതൽ ഞാൻ ഇറ്റാലിയൻ, ഫ്രഞ്ച് സർക്കാരുകളോട് എന്റെ മോചനത്തിനായി ആവശ്യപ്പെടുന്നു. എന്തിനാണ് ഫ്രഞ്ച് സർക്കാരിനോട് ചോദിക്കുന്നത്? കാരണം എന്നെ പിയോംബിനോയിൽ വച്ചാണ് അറസ്റ്റ് ചെയ്തത്. മിലാനെയും ഫ്ലോറൻസിനെയും പോലെ പിയോംബിനോയും ഇപ്പോൾ ഫ്രാൻസിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു. ഓ, ഇൻസ്പെക്ടർ പറഞ്ഞു. ഇറ്റലിയിലെ പുതിയ വാർത്തകളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ അറസ്റ്റിലായ ദിവസം വരെയുള്ള വിവരങ്ങളെ എന്റെ പക്കലുള്ളൂ, അബ്ബെ ഭാര്യ പറഞ്ഞു. ചക്രവർത്തി തന്റെ മകനായി റോം രാജ്യം സൃഷ്ടിച്ചതിനാൽ ഇറ്റലിയെ ഒരു ഏകീകൃത രാജ്യമാക്കുക എന്ന മാക്കിയവെല്ലിയുടെയും സീസർ ബോർജിയയുടെയും സ്വപ്നം അദ്ദേഹം യാഥാർത്ഥ്യമാക്കി എന്ന് ഞാൻ കരുതുന്നു. സാർ, ഇൻസ്പെക്ടർ മറുപടി നൽകി. ദൈവം ആ വലിയ പദ്ധതി മാറ്റിമറിച്ചു. ഇറ്റലിയെ ശക്തവും സന്തോഷകരവും സ്വതന്ത്രവുമാക്കാനുള്ള ഏക മാർഗം അതായിരുന്നു. അതാകാം. പക്ഷേ ഞാൻ ഇവിടെ വന്നത് രാഷ്ട്രീയം സംസാരിക്കാനല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ ആവശ്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കാനാണ്. ഭക്ഷണം മറ്റ് ജയിലുകളിലേതുപോലെ തന്നെ മോശമാണ്. താമസം അത്ര നല്ലതല്ലെങ്കിലും ഒരു തടവറയ്ക്ക് ഇത് മതിയാകും.
പക്ഷേ എനിക്ക് പറയാനുള്ളത് അതല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്, ഗവർണർ പതുക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷം. അപ്പെ തുടർന്നു. ന്യൂട്ടന്റെ സിദ്ധാന്തം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയ കണക്കുകൂട്ടലിൽ ആയിരുന്നു ഞാൻ. എനിക്ക് നിങ്ങളോട് തനിയെ കുറച്ച് സംസാരിക്കാൻ കഴിയുമോ? ഞാൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഗവർണർ ചോദിച്ചു. നിങ്ങൾക്ക് അയാളെ നന്നായി അറിയാം, ഇൻസ്പെക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ ചോദിക്കുന്നത് അസാധ്യമാണ് സാർ, ഇൻസ്പെക്ടർ ഭാര്യയോട് പറഞ്ഞു. പക്ഷേ അപ്പെ പറഞ്ഞു, 50 ലക്ഷം വരുന്ന ഒരു വലിയ തുകയെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞ അതേ തുക തന്നെ, ഇൻസ്പെക്ടർ ഗവർണറോട് പതുക്കെ പറഞ്ഞു. ഇൻസ്പെക്ടർ പോകാൻ ഒരുങ്ങുന്നത് കണ്ട് ഭാര്യ പറഞ്ഞു, നമുക്ക് തനിയെ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. ഗവർണർക്കും അവിടെ നിൽക്കാം. നിർഭാഗ്യവശാൽ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് നേരത്തെ അറിയാം എന്ന് ഗവർണർ പറഞ്ഞു. അത് നിങ്ങളുടെ നിധിയെക്കുറിച്ചല്ലേ? ഭാര്യ അയാളെ നോക്കി. ആ നോട്ടം കണ്ടാൽ അയാൾക്ക് ഭ്രാന്തില്ലെന്ന് ആർക്കും തോന്നിപ്പോകും. തീർച്ചയായും, അയാൾ പറഞ്ഞു. വേറെ എന്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുക? ഇൻസ്പെക്ടർ സാർ, ഈ കഥ എനിക്കും പറയാൻ കഴിയും. കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ ഇത് കേൾക്കുന്നു, ഗവർണർ പറഞ്ഞു. അതിനർത്ഥം നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നതുപോലെയാണ്. കണ്ണുണ്ടായിട്ടും കാണാത്തവരും ചെവിയുണ്ടായിട്ടും കേൾക്കാത്തവരും. അപ്പേ മറുപടി നൽകി. പ്രിയ സുഹൃത്തേ, സർക്കാരിന് ധാരാളം പണമുണ്ട്. നിങ്ങളുടെ നിധി അവർക്ക് വേണ്ട, ഇൻസ്പെക്ടർ പറഞ്ഞു. നിങ്ങൾ ജയിൽ മോചിതനാകുന്നതുവരെ അത് സൂക്ഷിച്ചുവെക്കൂ. അബ്ബയുടെ കണ്ണുകൾ തിളങ്ങി. അയാൾ ഇൻസ്പെക്ടറുടെ കൈ പിടിച്ചു. പക്ഷേ ഞാൻ മോചിതനായില്ലെങ്കിലോ? അയാൾ വിളിച്ചു പറഞ്ഞു. മരണം വരെ ഞാൻ ഇവിടെ കഴിയേണ്ടി വന്നാൽ ഈ നിധി നഷ്ടപ്പെടില്ലേ? അത് സർക്കാരിന് ഗുണകരമാകില്ലേ? ഞാൻ 60 ലക്ഷം നൽകാം. ബാക്കി എനിക്ക് മതി. എനിക്ക് മോചനം നൽകിയാൽ മാത്രം മതി. സത്യമായിട്ടും, ഇൻസ്പെക്ടർ പതുക്കെ പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്താണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് വിശ്വസിച്ചു പോയേനെ. എനിക്ക് ഭ്രാന്തില്ല. തടവുകാർക്ക് മാത്രമുള്ള സൂക്ഷ്മമായ കേൾവിശക്തിയോടെ ഭാര്യ മറുപടി നൽകി. ഞാൻ പറയുന്ന നിധി സത്യമായുമുള്ളതാണ്. ഞാൻ നിങ്ങളുമായി ഒരു കരാറിൽ ഒപ്പിടാം. നിധി ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചുതരാം. ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ എന്നെ തിരികെ ഇവിടെ തന്നെ കൊണ്ടുവരൂ. എനിക്ക് അത്രയേ ചോദിക്കാനുള്ളൂ. ഗവർണർ ചിരിച്ചു. ആ സ്ഥലം ഇവിടെ നിന്ന് ദൂരെയാണോ? 100 ലീഗ് ദൂരെ. ഇത് നല്ലൊരു പദ്ധതിയാണ്, ഗവർണർ പറഞ്ഞു. എല്ലാ തടവുകാരും 100 ലീഗ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയും കാവൽക്കാർ അവരെ കൊണ്ടുപോകാൻ സമ്മതിക്കുകയും ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ നല്ലൊരവസരം ലഭിക്കുമല്ലോ. ഇതൊക്കെ പഴയ തന്ത്രങ്ങളാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. അബ്ബയുടെ ഈ പദ്ധതിയിൽ പുതുമയൊന്നുമില്ല. എന്നിട്ട് ഭാര്യയുടെ നേരെ തിരിഞ്ഞ് അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞാൽ എന്നെ മോചിപ്പിക്കുമെന്ന് സത്യം ചെയ്യൂ, ഭാര്യ പറഞ്ഞു. നിങ്ങൾ ആ സ്ഥലത്ത് പോയി വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നിങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നുണ്ടോ? ഇൻസ്പെക്ടർ വീണ്ടും ചോദിച്ചു. സാർ, നിങ്ങൾക്ക് ഇതിൽ ഒരു നഷ്ടവുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല, ഇൻസ്പെക്ടർ ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾ എന്തേതിനും, അബ്ബ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ എന്റെ സ്വർണം സ്വീകരിക്കുന്നില്ല, അത് ഞാൻ തന്നെ വെച്ചോളാം. നിങ്ങൾ എനിക്ക് മോചനം നൽകുന്നില്ല, ദൈവം അത് എനിക്ക് നൽകും.
അബ്ബെ തന്റെ വിരി ദൂരേക്ക് എറിഞ്ഞ് പഴയ സ്ഥാനത്ത് ഇരുന്നു കണക്കുകൂട്ടലുകൾ തുടർന്നു. അയാൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ഇൻസ്പെക്ടർ ചോദിച്ചു. തന്റെ നിധി എണ്ണുകയാണ്, ഗവർണർ പരിഹാസത്തോടെ പറഞ്ഞു. ഭാര്യ ആ പരിഹാസത്തെ പുച്ഛത്തോടെ നോക്കി. അവർ പുറത്തിറങ്ങി. കാവൽക്കാരൻ വാതിൽ അടച്ചു. അയാൾ പണ്ട് വലിയ പണക്കാരനായിരുന്നോ? ഇൻസ്പെക്ടർ ചോദിച്ചു. അല്ലെങ്കിൽ പണക്കാരനാണെന്ന് സ്വപ്നം കണ്ട് ഭ്രാന്തനായതാകാം. എന്തായാലും ഇൻസ്പെക്ടർ പറഞ്ഞു, അയാൾ പണക്കാരനായിരുന്നെങ്കിൽ ഇവിടെ വരുമായിരുന്നില്ലല്ലോ. അപ്പേ, ഭാര്യയുടെ കാര്യത്തിൽ അതോടെ തീരുമാനമായി. അയാൾ തന്റെ മുറിയിൽ തന്നെ തുടർന്നു. ഈ സന്ദർശനം അയാൾക്ക് ഭ്രാന്താണെന്ന വിശ്വാസം ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പണ്ടുകാലത്തെ രാജാക്കന്മാരായിരുന്ന കാലിഗുലയോ നീറോയോ ആയിരുന്നെങ്കിൽ ആ പാവം മനുഷ്യന് തന്റെ നിധിക്ക് പകരമായി അയാൾ ആഗ്രഹിച്ച മോചനം നൽകുമായിരുന്നു. എന്നാൽ ഇന്നത്തെ രാജാക്കന്മാർക്ക് അത്രയും ധൈര്യമോ ആഗ്രഹമോ ഇല്ല. അവർക്ക് തങ്ങളുടെ ഉത്തരവുകൾ കേൾക്കുന്നവരെയും പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നവരെയും പേടിയാണ്. പണ്ട് രാജാക്കന്മാർ തങ്ങൾ ദൈവപുത്രന്മാരാണെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് അങ്ങനെയുള്ള സുരക്ഷിതത്വമൊന്നുമില്ല. ക്രൂരരായ ഭരണാധികാരികൾ എപ്പോഴും തങ്ങളുടെ പീഡനത്തിന് ഇരയായവരെ ലോകത്തിന് മുന്നിൽ നിന്ന് മറച്ചുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. പീഡനം മൂലം തകർന്ന ശരീരങ്ങൾ പുറം ലോകം കാണാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും. ഭ്രാന്ത് വന്നവരെ ഇരുണ്ട മുറികളിൽ അടയ്ക്കും. അവിടെ നിന്ന് അവരെ മാറ്റുന്നത് ഭയാനകമായ ആശുപത്രികളിലേക്കായിരിക്കും. അവിടെയുള്ള ഡോക്ടർമാർക്ക് രോഗിയുടെ മനസ്സിനെക്കുറിച്ചോ അവസ്ഥയെക്കുറിച്ചോ യാതൊരു പരിഗണനയും ഉണ്ടാകില്ല. അപ്പേ, ഭാര്യ എന്ന തടവുകാരന് ജയിലിൽ വച്ച് ഭ്രാന്തു വന്നപ്പോൾ അയാളെ എന്നേക്കുമായി തടവിലാക്കാൻ അത് കാരണമായി. ഇൻസ്പെക്ടർ ദാന്തേസിന് നൽകിയ വാക്ക് പാലിച്ചു. അദ്ദേഹം തടവുകാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകം പരിശോധിച്ചു. അതിൽ ദാന്തേസിനെക്കുറിച്ച് താഴെ പറയുന്ന കുറിപ്പ് അദ്ദേഹം കണ്ടെത്തി. എഡ്മണ്ട് ദാന്തേസ്. ഇയാൾ ബോണപ്പാർട്ടിനെ ശക്തമായി അനുകൂലിക്കുന്ന അപകടകാരിയാണ്. എൽപ്പയിൽ നിന്നുള്ള മടങ്ങിവരവിൽ ഇയാൾ സജീവമായി പങ്കെടുത്തു. ഇയാളെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ഈ കുറിപ്പ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ കൈപ്പടയിലായിരുന്നു. ദാന്തേസിനെ തടവിലാക്കിയ ശേഷം കൂട്ടിച്ചേർത്തതായിരുന്നു അത്. ഈ ആരോപണത്തെ എതിർക്കാൻ ഇൻസ്പെക്ടർക്ക് കഴിഞ്ഞില്ല. ഒന്നും ചെയ്യാനില്ല എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിവച്ചു. ഇൻസ്പെക്ടറുടെ സന്ദർശനം ദാന്തേസിന് പുതിയ ഉന്മേഷം നൽകി. അതുവരെ അവൻ തീയതി മറന്നുപോയിരുന്നെങ്കിലും ഒരു കഷ്ണം സിമന്റ് കഷ്ണം ഉപയോഗിച്ച് 1816 ജൂലൈ 30 എന്ന് ചുവരിൽ എഴുതി. ദിവസങ്ങൾ എണ്ണാൻ ഓരോ അടയാളങ്ങൾ ഇട്ടു. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. 2 ആഴ്ചയ്ക്കുള്ളിൽ മോചനം ലഭിക്കുമെന്ന് അവൻ ആദ്യം കരുതി. എന്നാൽ ആ സമയം കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ പാരീസിൽ എത്തിയ ശേഷം എന്തെങ്കിലും ചെയ്യുമെന്ന് അവൻ വിശ്വസിച്ചു. 10 മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. ഇൻസ്പെക്ടറുടെ സന്ദർശനം ഒരു സ്വപ്നമായിരുന്നോ എന്ന് ദാന്തേസ് സംശയിക്കാൻ തുടങ്ങി. 1 വർഷത്തിന് ശേഷം ജയിൽ ഗവർണർക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. അദ്ദേഹം ഹാം എന്ന സ്ഥലത്തെ കോട്ടയുടെ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം തന്റെ കൂടെ ചില ജീവനക്കാരെയും കൊണ്ടുപോയി. പുതിയ ഗവർണർ വന്നു. തടവുകാരുടെ പേര് പഠിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം അവർക്ക് നമ്പറുകൾ നൽകി. ആ ജയിലിൽ 50 മുറികൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരും അവരുടെ മുറി നമ്പറിലൂടെ അറിയപ്പെട്ടു. എഡ്മണ്ട് ദാന്തേസ് എന്ന പേര് ഇല്ലാതായി. അവൻ ഇപ്പോൾ 34-ാം നമ്പർ തടവുകാരനാണ്. അധ്യായം 15. 34-ാം നമ്പറും 27-ാം നമ്പറും.
തടവുകാർ അനുഭവിക്കുന്ന എല്ലാ മാനസിക വിഷമങ്ങളിലൂടെയും ദാന്തേസ് കടന്നുപോയി. താൻ നിരപരാധിയാണെന്ന ബോധം ആദ്യം അവന് പ്രതീക്ഷ നൽകി. എന്നാൽ പിന്നീട് സ്വന്തം നിരപരാധിത്വത്തിൽ അവന് സംശയമായി. ഇത് അവന്റെ മാനസിക നില തെറ്റിയതാണെന്ന ഗവർണറുടെ വിശ്വാസത്തിന് ബലം നൽകി. അവൻ ദൈവത്തോടല്ല മനുഷ്യരോടാണ് സഹായത്തിനായി അപേക്ഷിച്ചത്. സാധാരണയായി മനുഷ്യർ എല്ലാ വഴികളും അടയുമ്പോഴാണ് ദൈവത്തെ ഓർക്കുന്നത്. തന്നെ മറ്റൊരു മുറിയിലേക്ക് മാറ്റണമെന്ന് ദാന്തേസ് ആവശ്യപ്പെട്ടു. അത് കൂടുതൽ ഇരുട്ടുള്ളതാണെങ്കിലും ഒരു മാറ്റത്തിനായി അവൻ ആഗ്രഹിച്ചു. ശുദ്ധവായുവിനും പുസ്തകങ്ങൾക്കും എഴുതാനുള്ള സാധനങ്ങൾക്കുമായി അവൻ അപേക്ഷിച്ചു. ഒന്നും ലഭിച്ചില്ലെങ്കിലും അവൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. പുതിയ കാവൽക്കാരനോട് സംസാരിക്കാൻ അവൻ ശ്രമിച്ചു. അയാൾ പഴയയാളേക്കാൾ മിണ്ടാതിരിക്കുന്നവനായിരുന്നെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുന്നത് അവന് ആശ്വാസമായിരുന്നു. സ്വന്തം ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് അവൻ സംസാരിച്ചത്. ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ സ്വന്തം ശബ്ദം കേട്ട് അവന് പേടി തോന്നിയിരുന്നു. പണ്ട് കുറ്റവാളികളുടെയും കൊലപാതകികളുടെയും കൂടെ കഴിയുന്നതിനെക്കുറിച്ച് അവൻ പേടിയോടെയാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആരുടെയെങ്കിലും മുഖം കാണാൻ അവൻ ആഗ്രഹിച്ചു. കപ്പലിലെ കഠിന തടവുകാരുടെ കൂടെ ചങ്ങലയിൽ കഴിയാൻ പോലും അവൻ ആഗ്രഹിച്ചു. അവയ്ക്ക് കുറഞ്ഞ പക്ഷം ശുദ്ധവായു ശ്വസിക്കാനും പരസ്പരം കാണാനും കഴിയുമല്ലോ എന്ന് അവൻ ചിന്തിച്ചു. അവർ ഭാഗ്യവാന്മാരാണെന്ന് അവന് തോന്നി. തനിക്ക് കൂട്ടിന് ഒരാളെ നൽകണമെന്ന് അവൻ കാവൽക്കാരനോട് അപേക്ഷിച്ചു. അത് ആ ഭ്രാന്തൻ അബ്ബേ ആണെങ്കിൽ പോലും കുഴപ്പമില്ലെന്ന് അവൻ പറഞ്ഞു. കാവൽക്കാരൻ കഠിനഹൃദയനാണെങ്കിലും അവന് ദാന്തേസിനോട് പാവം തോന്നി. അവൻ ഈ ആവശ്യം ഗവർണറെ അറിയിച്ചു. എന്നാൽ ദാന്തേസ് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് കരുതി ഗവർണർ അത് സമ്മതിച്ചില്ല. മനുഷ്യരിൽ നിന്നുള്ള എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചപ്പോൾ ദാന്തേസ് ദൈവത്തിലേക്ക് തിരിഞ്ഞു. താൻ മറന്നുപോയ പ്രാർത്ഥനകൾ അവൻ ഓർത്തെടുത്തു. തന്റെ അമ്മ പഠിപ്പിച്ചുതന്ന പ്രാർത്ഥനകളുടെ അർത്ഥം അവൻ തിരിച്ചറിഞ്ഞു. കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ് പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാകുന്നത്. അവൻ ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. എന്നിട്ടും അവൻ തടവുകാരനായി തന്നെ തുടർന്നു. ദാന്തേസ് വലിയ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഏകാന്തതയിൽ പഴയ ചരിത്രമോ വലിയ നഗരങ്ങളോ ഭാവനയിൽ കാണാൻ അവന് കഴിഞ്ഞില്ല. 19 വർഷത്തെ വെളിച്ചം മാത്രമാണ് ഇരുട്ടിൽ ഓക്കാൻ അവന് ഉണ്ടായിരുന്നത്. ഒരു കൂട്ടിലകപ്പെട്ട കഴുകനെപ്പോലെ അവന്റെ മനസ്സ് പിടഞ്ഞു. തന്റെ സന്തോഷം തകർത്ത ആ വിധിയെക്കുറിച്ച് അവൻ വീണ്ടും വീണ്ടും ചിന്തിച്ചു. പ്രാർത്ഥനയ്ക്ക് പകരം ദേഷ്യം അവന്റെ മനസ്സിൽ നിറഞ്ഞു. അവൻ ദൈവത്തെ നിന്ദിച്ചു. ജയിൽ ഭിത്തികളിൽ തലയിടിച്ചു. ചെറിയ കാര്യങ്ങൾ പോലും അവനെ ദേഷ്യം പിടിപ്പിച്ചു. വില്ലഫോർട്ട് കാണിച്ച ആ കത്ത് അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞുവന്നു. തന്റെ തകർച്ചയ്ക്ക് കാരണം ദൈവമല്ല മനുഷ്യരാണെന്ന് അവൻ ഉറപ്പിച്ചു. തന്നെ ചതിച്ചവർക്ക് വലിയ ശിക്ഷ ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്നാൽ മരണം എല്ലാത്തിനും അവസാനമാകുമല്ലോ എന്ന് അവൻ ഓർത്തു. സമാധാനം എന്നത് മരണമാണെന്ന് അവൻ ചിന്തിച്ചു തുടങ്ങി. ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് അവന് തോന്നി. അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. വലിയ സങ്കടങ്ങളിൽ അകപ്പെടുമ്പോൾ ഇത്തരം ചിന്തകൾ വരുന്നത് എത്ര ദയനീയമാണ്. അവന്റെ മുന്നിൽ നീല നിറത്തിലുള്ള ശാന്തമായ ഒരു കടലുണ്ട്. എന്നാൽ അതിലേക്ക് അശ്രദ്ധമായി ഇറങ്ങുന്നവൻ തന്നെ താഴേക്ക് വലിക്കുന്ന ഒരു ഭീകരജീവിയുമായി മല്ലിടേണ്ടിവരും. ദൈവത്തിന്റെ കൈ സഹായിച്ചില്ലെങ്കിൽ എല്ലാം അവസാനിക്കും. ഈ മാനസിക വിഷമം വരാനിരിക്കുന്ന ശിക്ഷയേക്കാൾ ഭയാനകമാണ്.
ഇരുട്ടുള്ള ആ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരുതരം ആശ്വാസം തോന്നും. എഡ്മണ്ടിന് ഈ ചിന്തകളിൽ കുറച്ച് ആശ്വാസം ലഭിച്ചു. മരണത്തിന്റെ മാലാഖ തന്റെ മുറിയിലേക്ക് വരുന്നു എന്ന് തോന്നിയപ്പോൾ അവന്റെ സങ്കടങ്ങളും വേദനകളും അകന്നുപോയി. അവൻ തന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ശാന്തമായി ചിന്തിച്ചു. ഭാവിയിലെ കഷ്ടപ്പാടുകൾ ഓർത്തപ്പോൾ മരണം ഒരു അഭയമായി അവന് തോന്നി. ചിലപ്പോൾ കപ്പൽ യാത്രകളിൽ ഞാൻ മറ്റുള്ളവരെ നയിക്കുമ്പോൾ ആകാശം ഇരുളുന്നതും കടലിളകിമറിയുന്നതും കണ്ടിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞു. കൊടുങ്കാറ്റ് ഒരു വലിയ പക്ഷിയെപ്പോലെ ആകാശത്ത് ചിറകടിക്കുന്നത് ഞാൻ കണ്ടു. അന്ന് എന്റെ കപ്പൽ സുരക്ഷിതമല്ലെന്ന് എനിക്ക് തോന്നി. തിരമാലകളും പാറകളും മരണത്തെ ഓർമ്മിപ്പിച്ചു. അന്ന് എനിക്ക് മരണത്തെ പേടിയായിരുന്നു. ഒരു നാവികൻ എന്ന നിലയിൽ ഞാൻ ജീവിക്കാൻ വേണ്ടി എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പോരാടി. കാരണം അന്ന് ഞാൻ സന്തോഷവാനായിരുന്നു. കടൽച്ചെടികൾക്കിടയിൽ മരിച്ചുകിടക്കാൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം മാറി. എനിക്ക് ജീവിതത്തോടുള്ള താൽപ്പര്യം നഷ്ടപ്പെട്ടു. മരണം എന്നെ ചിരിച്ചുകൊണ്ട് വിളിക്കുന്നു. ഞാൻ എന്റെ മുറിയിൽ 30,000 ചുവടുകൾ നടന്ന് തളരുന്നത് പോലെ പതുക്കെ മരണത്തിലേക്ക് ഉറങ്ങാൻ പോകുന്നു. ഈ ചിന്ത വന്നതോടെ അവൻ ശാന്തനായി. തന്റെ കിടക്ക ഒരുക്കി. കുറച്ചു മാത്രം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്തു. ജീവിതം ഉപേക്ഷിക്കാൻ എളുപ്പമാണെന്ന് തോന്നിയപ്പോൾ അവന് സമാധാനം കിട്ടി. മരിക്കാൻ 2 വഴികളുണ്ടായിരുന്നു. ഒന്നുകിൽ ജനൽ കമ്പിയിൽ തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ മരിക്കുക. എന്നാൽ തൂങ്ങി മരിക്കുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. കടൽക്കൊള്ളക്കാരാണ് അങ്ങനെ മരിക്കുന്നത്. മോശമായ രീതിയിൽ മരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് രണ്ടാമത്തെ വഴി അവൻ തിരഞ്ഞെടുത്തു. അന്നുതന്നെ അത് തുടങ്ങുകയും ചെയ്തു. ഏകദേശം 4 വർഷങ്ങൾ കടന്നുപോയി. 2ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ അവൻ സമയം കണക്കാക്കുന്നത് നിർത്തി. എനിക്ക് മരിക്കണം എന്ന് അവൻ ഉറപ്പിച്ചു. തന്റെ തീരുമാനം മാറ്റാതിരിക്കാൻ അവൻ ഒരു സത്യം ചെയ്തു. രാവിലെയും വൈകുന്നേരവും ഭക്ഷണം വരുമ്പോൾ അത് ജനലിലൂടെ പുറത്തേക്ക് കളയും. ഞാൻ അത് കഴിച്ചു എന്ന് അവർ കരുതിക്കോളും എന്ന് അവൻ ചിന്തിച്ചു. അവൻ പറഞ്ഞത് പോലെ തന്നെ ചെയ്തു. ജയിലർ കൊണ്ടുവരുന്ന ഭക്ഷണം അവൻ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. ആദ്യം സന്തോഷത്തോടെയും പിന്നീട് ആലോചിച്ചും അവസാനം വിഷമത്തോടെയും അവൻ അത് ചെയ്തു. തന്റെ സത്യം മാത്രമാണ് അവന് അതിന് ശക്തി നൽകിയത്. വിശപ്പ് കാരണം പണ്ട് ഇഷ്ടമല്ലാതിരുന്ന ഭക്ഷണത്തോടും അവന് കൊതി തോന്നി. ചീഞ്ഞ ഇറച്ചിയും പൂപ്പൽ പിടിച്ച അപ്പവും നോക്കി അവൻ മണിക്കൂറുകളോളം ഇരുന്നു. ജീവിതത്തോടുള്ള ആഗ്രഹവും മരിക്കാനുള്ള തീരുമാനവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അത്. താൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടവനാണെന്നും ആരെങ്കിലും തന്നെ രക്ഷിക്കുമെന്നും അവൻ ഇടയ്ക്ക് ചിന്തിച്ചു. എങ്കിലും അവൻ തന്റെ സത്യം ലംഘിച്ചില്ല. അവസാനം എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി. പിറ്റേന്ന് രാവിലെ അവന് ഒന്നും കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. അവൻ മരിക്കാൻ പോകുകയാണെന്ന് ജയിലർ ഭയന്നു. എഡ്മണ്ട് മരണത്തിനായി കാത്തിരുന്നു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. എഡ്മണ്ടിന് ഒരുതരം മയക്കം തോന്നി. വയറ്റിലെ വിശപ്പും ദാഹവും മാറി. കണ്ണടയ്ക്കുമ്പോൾ പലതരം വെളിച്ചങ്ങൾ അവന്റെ മുന്നിൽ തെളിഞ്ഞു. മരണമെന്ന നിഗൂഢമായ ലോകത്തിന്റെ തുടക്കമായിരുന്നു അത്. പെട്ടെന്ന് രാത്രി 9 മണിയോടെ താൻ ചാരിയിരുന്ന ചുവരിൽ നിന്ന് ഒരു ശബ്ദം അവൻ കേട്ടു. ജയിലിൽ ഒരുപാട് ജീവികൾ ഉള്ളതുകൊണ്ട് സാധാരണ ഇത്തരം ശബ്ദങ്ങൾ അവൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ കേൾവിശക്തി കൂടിയതുകൊണ്ടോ അതോ ശബ്ദം അത്ര വലുതായതുകൊണ്ടോ അവൻ തലയുയർത്തി ശ്രദ്ധിച്ചു.
ആരോ ചുവരിൽ മാന്തുന്നതുപോലെ, അല്ലെങ്കിൽ എന്തോ ഇരുമ്പുപകരണം കൊണ്ട് കല്ല് തുരക്കുന്നതുപോലെ അവന് തോന്നി. ശരീരം തളർന്നിരുന്നെങ്കിലും അവന്റെ മനസ്സ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ദൈവം തന്നെ സഹായിക്കാൻ അയച്ച ശബ്ദമാണോ ഇതെന്ന് അവൻ കരുതി. തന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്നവൻ സംശയിച്ചു. അല്ല, ഇത് മരണത്തിന് മുമ്പ് കാണുന്ന വെറും സ്വപ്നമായിരിക്കും എന്ന് അവൻ സ്വയം പറഞ്ഞു. എഡ്മണ്ട് ആ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. 3 മണിക്കൂറോളം അത് തുടർന്നു. പിന്നീട് എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ടു. പിന്നെ എല്ലാം നിശബ്ദമായി. കുറച്ചുകഴിഞ്ഞ് ആ ശബ്ദം വീണ്ടും കേട്ടു. ഇത്തവണ അത് കൂടുതൽ അടുത്തായിരുന്നു. എഡ്മണ്ടിന് ആകാംക്ഷയായി. പെട്ടെന്ന് ജയിലർ അങ്ങോട്ട് വന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി എഡ്മണ്ട് ആരോടും സംസാരിച്ചിരുന്നില്ല. ജയിലർ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അവൻ മറുപടി നൽകിയില്ല. എന്നാൽ ഇപ്പോൾ ജയിലർ ആ ശബ്ദം കേട്ടാൽ തന്റെ പ്രതീക്ഷകൾ അവസാനിക്കുമെന്ന് അവൻ ഭയന്നു. ജയിലർ പ്രഭാതഭക്ഷണം കൊണ്ടുവന്നു. എഡ്മണ്ട് എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. ഭക്ഷണത്തിന്റെ മോശം അവസ്ഥയെക്കുറിച്ചും തണുപ്പിനെക്കുറിച്ചും അവൻ പരാതി പറഞ്ഞു. ജയിലർ ആ ശബ്ദം കേൾക്കാതിരിക്കാൻ അവൻ ഉറക്കെ സംസാരിച്ചു. നല്ലവനായ ആ ജയിലർ അവന് വേണ്ടി സൂപ്പും വെള്ള അപ്പവും കൊണ്ടുവന്നിരുന്നു. എഡ്മണ്ടിന് ഭ്രാന്ത് പിടിച്ചതാണെന്ന് ജയിലർ കരുതി. അവൻ ഭക്ഷണം അവിടെ വച്ചിട്ട് പോയി. എഡ്മണ്ട് വീണ്ടും ശ്രദ്ധിച്ചു. ആ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കുന്നു. ഇത് ഏതോ തടവുകാരൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് എന്ന് അവൻ ഉറപ്പിച്ചു. അവനെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് മറ്റൊരു ചിന്ത അവന് വന്നു. ഒരുപക്ഷേ ജയിൽ അധികൃതർ അടുത്ത മുറി നന്നാക്കാൻ ഏൽപ്പിച്ച തൊഴിലാളികൾ ആയിരിക്കുമോ ഇത്? ഇത് എങ്ങനെ കണ്ടുപിടിക്കും? ജയിലറോട് ചോദിച്ചാൽ തന്റെ പ്രതീക്ഷകൾ തകരുമോ എന്ന് അവൻ പേടിച്ചു. അവന്റെ തലച്ചോറ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. വ്യക്തമായി ചിന്തിക്കാൻ ഒരു വഴിയേ ഉള്ളൂ എന്ന് അവന് തോന്നി. അവൻ ആ സൂപ്പ് എടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അത് കുടിച്ചു. വലിയൊരു ആശ്വാസം അവന് തോന്നി. ഇതിൽ കൂടുതൽ കഴിക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചു. പട്ടിണി കിടന്നവർ പെട്ടെന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ മരിച്ചുപോകുമെന്ന് അവൻ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. എഡ്മണ്ട് താൻ കഴിക്കാൻ തുടങ്ങിയ അപ്പം മേശപ്പുറത്ത് തന്നെ തിരികെ വച്ചു. തനിക്ക് ഇപ്പോൾ മരിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് അവൻ കിടക്കയിലേക്ക് മടങ്ങി. പതുക്കെ അവന്റെ ചിന്തകൾക്ക് വ്യക്തത വന്നു. അവൻ കാര്യങ്ങൾ യുക്തിയോടെ ചിന്തിക്കാൻ തുടങ്ങി. അവൻ സ്വയം പറഞ്ഞു, മറ്റാർക്കും ആപത്തുണ്ടാക്കാതെ ഇതൊന്ന് പരീക്ഷിക്കണം. അതൊരു തൊഴിലാളിയാണെങ്കിൽ ഭിത്തിയിൽ തട്ടുമ്പോൾ അയാൾ പണി നിർത്തും. ആരാണ് തട്ടുന്നതെന്നും എന്തിനാണ് തട്ടുന്നതെന്നും അറിയാൻ അയാൾ ശ്രമിക്കും. എന്നാൽ അയാളുടെ ജോലിക്ക് അധികാരികളുടെ അനുവാദമുള്ളതുകൊണ്ട് അയാൾ ഉടനെ തന്നെ പണി തുടരും. എന്നാൽ അതൊരു തടവുകാരനാണെങ്കിൽ ശബ്ദം കേട്ട് അയാൾ പേടിക്കും. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കുന്നത് വരെ അയാൾ പിന്നെ പണി തുടങ്ങില്ല. എഡ്മണ്ട് വീണ്ടും എഴുന്നേറ്റു. ഇത്തവണ അവന്റെ കാലുകൾക്ക് വിറയലുണ്ടായിരുന്നില്ല, കാഴ്ചയും വ്യക്തമായിരുന്നു. അവൻ തന്റെ തടവറയുടെ ഒരു മൂലയിൽ പോയി ഒരു കല്ല് ഇളക്കിയെടുത്തു. ആ ശബ്ദം കേൾക്കുന്ന ഭിത്തിയിൽ അവൻ 3 തവണ തട്ടി. ആദ്യത്തെ തട്ടലിൽ തന്നെ ആ ശബ്ദം നിലച്ചു. അതൊരു മാജിക് പോലെയായിരുന്നു. എഡ്മണ്ട് ശ്രദ്ധയോടെ കാതോർത്തു. 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു. ഭിത്തിയുടെ അപ്പുറത്തുനിന്ന് യാതൊരു ശബ്ദവും കേട്ടില്ല. അവിടെ എല്ലാം നിശബ്ദമായിരുന്നു. പ്രതീക്ഷയോടെ എഡ്മണ്ട് കുറച്ച് അപ്പവും വെള്ളവും കഴിച്ചു. അവന്റെ ശരീരത്തിന്റെ കരുത്ത് കാരണം അവൻ വേഗത്തിൽ സുഖം പ്രാപിച്ചു.
ആ പകൽ മുഴുവൻ നിശബ്ദതയായിരുന്നു. രാത്രിയായിട്ടും ശബ്ദം വീണ്ടും കേട്ടില്ല. അതൊരു തടവുകാരൻ തന്നെയാണ് എന്ന് എഡ്മണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. അവന്റെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉദിച്ചു. അവനിൽ ജീവനും ഊർജവും തിരിച്ചുവന്നു. ആ രാത്രി പൂർണ്ണമായും നിശബ്ദമായിരുന്നു. എഡ്മണ്ട് കണ്ണ് ചിമ്മിയില്ല. രാവിലെ കാവൽക്കാരൻ പുതിയ ഭക്ഷണം കൊണ്ടുവന്നു. തലേദിവസത്തെ ഭക്ഷണം അവൻ നേരത്തെ തന്നെ കഴിച്ചു തീർത്തിരുന്നു. ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചു. അവൻ തന്റെ മുറിയിലൂടെ വട്ടം നടന്നു. ജനലിലെ ഇരുമ്പഴികളിൽ പിടിച്ച് വലിച്ച് അവൻ തന്റെ ശരീരത്തിന് വ്യായാമം നൽകി. വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി അവൻ സ്വയം തയ്യാറെടുത്തു. ഇടയ്ക്കിടെ അവൻ ഭിത്തിയിൽ കാതോർത്തു. തന്നെപ്പോലെ തന്നെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മറ്റൊരു തടവുകാരനാണ് താനെന്ന് മനസ്സിലാക്കാതെ അപ്പുറത്തുള്ളയാൾ കാണിക്കുന്ന അമിതമായ ജാഗ്രത കണ്ട് അവന് അക്ഷമ തോന്നി. 3 ദിവസങ്ങൾ കടന്നുപോയി. ഓരോ മിനിറ്റും എണ്ണിക്കൊണ്ട് 72 മണിക്കൂറുകൾ അവൻ തള്ളിനീക്കി. ഒടുവിൽ ഒരു വൈകുന്നേരം കാവൽക്കാരൻ അവസാനമായി വന്നുപോയ ശേഷം ഡാൻസ് 100ാമത്തെ തവണ ഭിത്തിയിൽ കാതോർത്തു. കല്ലുകൾക്കിടയിൽ വളരെ ചെറിയൊരു അനക്കം അവന് അനുഭവപ്പെട്ടു. അവൻ അവിടെനിന്ന് മാറി നടന്ന് തന്റെ ചിന്തകൾ ഒരുമിപ്പിച്ചു. പിന്നെ വീണ്ടും ചെന്ന് കാതോർത്തു. ഇനി സംശയമില്ല, ഭിത്തിയുടെ അപ്പുറത്താരോ പണി ചെയ്യുന്നുണ്ട്. ആ തടവുകാരൻ അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അയാൾ ഉളിക്ക് പകരം ഒരു ലിവർ ഉപയോഗിച്ചാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. ഇത് കണ്ടപ്പോൾ എഡ്മണ്ടിന് ആവേശമായി. ആ പണിക്കാരനെ സഹായിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ തന്റെ കിടക്ക നീക്കിയിട്ടു. ഭിത്തി തുരക്കാനും സിമന്റ് മാറ്റാനും പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൻ ചുറ്റും നോക്കി. അവന് ഒന്നും കണ്ടെത്താനായില്ല. അവന്റെ കയ്യിൽ കത്തിയും മൂർച്ചയുള്ള മറ്റു ഉപകരണങ്ങളും ഇല്ലായിരുന്നു. ജനലിലെ അഴികൾ ഇരുമ്പിന്റേതാണ്, പക്ഷേ അവ വളരെ ഉറപ്പുള്ളതായിരുന്നു. ഒരു കിടക്ക, കസേര, മേശ, ഒരു ബക്കറ്റ്, ഒരു ജഗ് എന്നിവ മാത്രമായിരുന്നു അവന്റെ മുറിയിലുണ്ടായിരുന്നത്. കിടക്കയിൽ ഇരുമ്പു കഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവ മരത്തിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചതായിരുന്നു. അത് മാറ്റാൻ ഒരു സ്ക്രൂ ഡ്രൈവർ വേണമായിരുന്നു. മേശയിലും കസേരയിലും ഒന്നുമില്ലായിരുന്നു. ബക്കറ്റിന് പണ്ട് ഒരു പിടി ഉണ്ടായിരുന്നുവെങ്കിലും അത് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ലാൻസിന് ഒരേയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജഗ് തറയിലിട്ട് പൊട്ടിക്കുക, എന്നിട്ട് അതിന്റെ മൂർച്ചയുള്ള കഷണങ്ങൾ കൊണ്ട് ഭിത്തി തുരക്കുക. അവൻ ജഗ് തറയിലിട്ടു. അത് കഷണങ്ങളായി ചിതറി. ഡാൻസ് മൂർച്ചയുള്ള 2-3 കഷണങ്ങൾ തന്റെ കിടക്കയിൽ ഒളിപ്പിച്ചു. ബാക്കിയുള്ളവ തറയിൽ തന്നെ ഇട്ടു. ജഗ് കൈതട്ടി വീണതാണെന്ന് കരുതിയാൽ ആർക്കും സംശയം തോന്നില്ല. രാത്രി മുഴുവൻ പണിയെടുക്കാൻ അവന് സമയമുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടിൽ അവന് അധികമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഭിത്തിയിലെ കല്ലുകൾക്ക് നല്ല ഉറപ്പുള്ളതായി അവന് തോന്നി. അവൻ കിടക്ക പഴയ സ്ഥാനത്തേക്ക് നീക്കിയിട്ട് നേരം വെളുക്കാൻ കാത്തിരുന്നു. രാത്രി മുഴുവൻ താഴെ ആരോ തുരക്കുന്ന ശബ്ദം അവൻ കേട്ടു. രാവിലെ കാവൽക്കാരൻ വന്നു. വെള്ളം കുടിക്കുമ്പോൾ ജഗ് കയ്യിൽ നിന്ന് വീണുപോയതാണെന്ന് ഡാൻസ് പറഞ്ഞു. കാവൽക്കാരൻ പിറുപിറുത്തുകൊണ്ട് പുതിയൊരെണ്ണം എടുക്കാൻ പോയി. പൊട്ടിയ കഷണങ്ങൾ മാറ്റാൻ പോലും അയാൾ തയ്യാറായില്ല. അയാൾ വേഗത്തിൽ തിരിച്ചുവന്നു. ഇനി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. വാതിൽ പൂട്ടുന്ന ശബ്ദം ഡാൻസ് സന്തോഷത്തോടെ കേട്ടു. കാൽപ്പെരുമാറ്റം മാറുന്നതുവരെ അവൻ കാത്തുനിന്നു. പിന്നെ വേഗത്തിൽ കിടക്ക നീക്കി. മുറിയിലേക്ക് വന്ന ചെറിയ വെളിച്ചത്തിൽ അവൻ ഒരു കാര്യം മനസ്സിലാക്കി. കല്ല് തുരക്കാൻ ശ്രമിച്ചത് വെറുതെയായിരുന്നു.
അതിന് പകരം കല്ലിന് ചുറ്റുമുള്ള സിമന്റ് ആണ് മാറ്റേണ്ടിയിരുന്നത്. ഈപ്പം കാരണം സിമന്റ് പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഡാൻസ് അത് ചെറിയ കഷണങ്ങളായി അടർത്തിയെടുത്തു. അരമണിക്കൂർ കൊണ്ട് അവന് ഒരു പിടി സിമന്റ് മാറ്റാൻ കഴിഞ്ഞു. പാറയൊന്നും തടസ്സമായില്ലെങ്കിൽ 2 വർഷം കൊണ്ട് 20 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു വഴി ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവൻ കണക്കുകൂട്ടി. പ്രാർത്ഥനയിലും നിരാശയിലും വെറുതെ കളഞ്ഞ സമയത്തെക്കുറിച്ച് അവൻ സ്വയം കുറ്റപ്പെടുത്തി. തടവറയിൽ കഴിഞ്ഞ 6 വർഷം കൊണ്ട് തനിക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്ന് അവൻ ഓർത്തു. ഈ ചിന്ത അവന് പുതിയ കരുത്ത് നൽകി. 3 ദിവസം കൊണ്ട് വളരെ ശ്രദ്ധയോടെ അവൻ സിമന്റ് മുഴുവൻ മാറ്റി കല്ലുകൾ പുറത്തെടുത്തു. ഭിത്തി നിർമ്മിച്ചിരുന്നത് പരുക്കൻ കല്ലുകൾ കൊണ്ടായിരുന്നു. അവയ്ക്ക് ഉറപ്പ് നൽകാൻ ഇടയ്ക്കിടെ വലിയ കല്ലുകളും വച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ കല്ലാണ് അവൻ പുറത്തെടുത്തത്. അത് അവിടെ നിന്ന് മാറ്റണമായിരുന്നു. ഡാൻസ് തന്റെ നഖങ്ങൾ കൊണ്ട് അത് മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ജഗ്ഗിന്റെ കഷണങ്ങൾ ഒടിഞ്ഞുപോയി. 1 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ അവൻ വിഷമിച്ചു. തുടക്കത്തിൽ തന്നെ താൻ തോറ്റുപോയല്ലോ എന്ന് അവൻ ഓർത്തു. മറ്റേ തടവുകാരൻ പണിതീർക്കുന്നത് വരെ തനിക്ക് കാത്തിരിക്കേണ്ടി വരുമോ? പെട്ടെന്ന് അവന് ഒരു ബുദ്ധി തോന്നി. അവൻ പുഞ്ചിരിച്ചു. അവന്റെ നെറ്റിയിലെ വിയർപ്പ് ഉണങ്ങി. കാവൽക്കാരൻ എപ്പോഴും ഒരു ഇരുമ്പ് പാത്രത്തിലാണ് സൂപ്പ് കൊണ്ടുവരുന്നത്. 2 തടവുകാർക്കുള്ള സൂപ്പ് ആ പാത്രത്തിലുണ്ടാകും. പാത്രം നിറയെ ഉണ്ടോ അതോ പകുതിയാണോ എന്നതിനെ ആശ്രയിച്ച് തനിക്കാണോ അതോ മറ്റേയാൾക്കാണോ ആദ്യം ഭക്ഷണം നൽകിയതെന്ന് ഡാൻസ് ശ്രദ്ധിച്ചിരുന്നു. ആ പാത്രത്തിന് ഒരു ഇരുമ്പു പിടിയുണ്ടായിരുന്നു. ആ പിടിക്കായി തന്റെ ജീവിതത്തിലെ 10 വർഷം നൽകാൻ പോലും ഡാൻസ് തയ്യാറായിരുന്നു. കാവൽക്കാരൻ ആ പാത്രത്തിൽ നിന്ന് ഡാൻസിന്റെ പ്ലേറ്റിലേക്ക് സൂപ്പ് ഒഴിക്കുകയാണ് പതിവ്. ഡാൻസ് ഒരു മരത്തവിക്കൊണ്ട് അത് കുടിച്ച ശേഷം പ്ലേറ്റ് കഴുകി വെക്കും. അന്ന് വൈകുന്നേരം ഡാൻസ് തന്റെ പ്ലേറ്റ് വാതിലിന് അടുത്തായി തറയിൽ വെച്ചു. അകത്തേക്ക് വന്ന കാവൽക്കാരൻ അത് ചവിട്ടി പൊട്ടിച്ചു. ഇത്തവണ ഡാൻസിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പ്ലേറ്റ് അവിടെ വച്ചത് തെറ്റാണെങ്കിലും നോക്കാതെ നടന്നത് കാവൽക്കാരന്റെ തെറ്റാണ്. അയാൾ കുറച്ച് പെറുപെറുത്തു. പിന്നെ സൂപ്പ് ഒഴിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഡാൻസിന്റെ കയ്യിലാകെ ആ ഒരു പ്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഈ പാത്രം ഇവിടെ വച്ചോളൂ എന്ന് ഡാൻസ് പറഞ്ഞു. നാളെ രാവിലെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഇത് തിരികെ കൊണ്ടുപോകാമല്ലോ. വീണ്ടും ഒരു തവണ കൂടി നടക്കേണ്ടി വരില്ലല്ലോ എന്ന് കരുതി കാവൽക്കാരൻ അത് സമ്മതിച്ചു. അയാൾ ആ പാത്രം അവിടെ വെച്ചു. ഡാൻസിന് സന്തോഷം അടക്കാനായില്ല. അവൻ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു. കാവൽക്കാരൻ തിരികെ വരുമോ എന്ന് പേടിച്ച് അവൻ 1 മണിക്കൂർ കാത്തുനിന്നു. പിന്നെ കിടക്ക നീക്കി പാത്രത്തിന്റെ പിടി ഉപയോഗിച്ച് കല്ലുകൾക്കിടയിൽ കുത്തി ഇളക്കി. അതൊരു ലിവർ പോലെ അവൻ ഉപയോഗിച്ചു. കല്ല് ഇളകുന്നത് കണ്ടപ്പോൾ അവന് ആശ്വാസമായി. 1 മണിക്കൂർ കൊണ്ട് അവൻ ആ വലിയ കല്ല് ഭിത്തിയിൽ നിന്ന് പുറത്തെടുത്തു. അവിടെ 1.5 അടി വീതിയുള്ള ഒരു ദ്വാരം ഉണ്ടായി. ഡാൻസ് സിമന്റ് പൊടികളെല്ലാം ശേഖരിച്ച് മുറിയുടെ മൂലയിൽ കൊണ്ടുപോയി മണ്ണ് കൊണ്ട് മൂടി. കയ്യിൽ ഉപകരണമുള്ള സമയം പരമാവധി ഉപയോഗിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ നിർത്താതെ പണിയെടുത്തു. പുലർച്ചെ അവൻ കല്ല് തിരികെ വച്ചു, കിടക്ക ഭിത്തിയിലേക്ക് നീക്കി ഇട്ടു. രാവിലെ കാവൽക്കാരൻ അപ്പവുമായി വന്നപ്പോൾ അവൻ അവിടെ കിടക്കുകയായിരുന്നു. എനിക്ക് മറ്റൊരു പ്ലേറ്റ് തരാൻ നിങ്ങൾക്ക് ഉദ്ദേശ്യമില്ലേ എന്ന് ദാന്ത ചോദിച്ചു. ഇല്ല എന്ന് കാവൽക്കാരൻ മറുപടി പറഞ്ഞു. നീ എല്ലാം നശിപ്പിക്കുകയാണ്. ആദ്യം നീ നിന്റെ കൂജ പൊട്ടിച്ചു, പിന്നെ നീ കാരണം എനിക്ക്
നിന്റെ പ്ലേറ്റ് പൊട്ടിക്കേണ്ടി വന്നു. എല്ലാ തടവുകാരും നിന്നെപ്പോലെ ചെയ്താൽ സർക്കാർ തകർന്നു പോകും. ഞാൻ ഈ പാത്രം ഇവിടെ വെക്കാം, ഇതിലേക്ക് നിന്റെ സൂപ്പ് ഒഴിക്കാം. ഇനി മേലിൽ നീ ഒന്നും നശിപ്പിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ദാന്റെ ആകാശത്തേക്ക് നോക്കി കൈകൾ കൂപ്പി. ആ ഇരുമ്പ് കഷ്ണം കിട്ടിയതിൽ അയാൾക്ക് വലിയ സന്തോഷം തോന്നി. തന്റെ അയൽവാസി പണി നിർത്തിയതായി അയാൾ ശ്രദ്ധിച്ചു. എങ്കിലും അയാൾ പണി തുടരാൻ തീരുമാനിച്ചു. അയൽവാസി വന്നില്ലെങ്കിൽ താൻ അങ്ങോട്ട് ചെല്ലുമെന്ന് അയാൾ ഉറപ്പിച്ചു. ദിവസം മുഴുവൻ അയാൾ കഠിനാധ്വാനം ചെയ്തു. വൈകുന്നേരമായപ്പോഴേക്കും കുറെ കല്ലും മണ്ണും നീക്കം ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞു. കാവൽക്കാരൻ വരുന്ന സമയമായപ്പോൾ അയാൾ പാത്രത്തിന്റെ പിടി ശരിയാക്കി പഴയ സ്ഥാനത്ത് വെച്ചു. കാവൽക്കാരൻ അതിലേക്ക് സൂപ്പും മീനും ഒഴിച്ചു. ആഴ്ചയിൽ 3 ദിവസം തടവുകാർക്കിറച്ചി നൽകാറില്ലായിരുന്നു. സമയം കണക്കാക്കാൻ ഇതൊരു വഴിയായിരുന്നു, പക്ഷേ ദാന്റെ അത് നിർത്തിയിരുന്നു. സൂപ്പ് ഒഴിച്ച ശേഷം കാവൽക്കാരൻ പോയി. അയൽവാസി പണി നിർത്തിയോ എന്ന് ദാന്റെ പരിശോധിച്ചു. അയാൾ ശ്രദ്ധിച്ചു, കേട്ടു, പക്ഷേ അവിടെ നിശബ്ദതയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇങ്ങനെയാണ്. ദാന്റെ നെടുവീർപ്പിട്ടു. അയൽവാസിക്ക് തന്നെ വിശ്വാസമില്ലെന്ന് അയാൾക്ക് തോന്നി. എങ്കിലും അയാൾ രാത്രി മുഴുവൻ പണിയെടുത്തു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു തടസ്സം നേരിട്ടു. ഇരുമ്പുകൊണ്ട് തുരക്കാൻ പറ്റാത്ത ഒരു മരത്തടി അവിടെ ഉണ്ടായിരുന്നു. അത് ദാന്റെ ഉണ്ടാക്കിയ ദ്വാരത്തിന് തടസ്സമായി നിന്നു. അതിന്റെ മുകളിലൂടെയോ താഴെക്കൂടെയോ തുരക്കേണ്ടിവരും. പാവം ദാന്റെ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് അയാൾ മന്ത്രിച്ചു. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്റെ സ്വാതന്ത്ര്യവും മരണവും തടഞ്ഞ ശേഷം എന്നെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ച ദൈവമേ, എന്നോട് കരുണ കാണിക്കൂ. നിരാശയിൽ മരിക്കാൻ എന്നെ വിടരുതേ. ദൈവത്തെക്കുറിച്ചും നിരാശയെക്കുറിച്ചും ഒരേ സമയം സംസാരിക്കുന്നത് ആരാണ് എന്ന് ഭൂമിക്കടിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ദൂരെ നിന്നുള്ളതും ഗൗരവമുള്ളതുമായിരുന്നു. എഡ്മണ്ടിന്റെ രോമം എഴുന്നേറ്റ് നിന്നു. അയാൾ മുട്ടുകുത്തി ഇരുന്നു. ആഹാ, ഞാൻ ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. കഴിഞ്ഞ 4-5 വർഷമായി കാവൽക്കാരനല്ലാതെ മറ്റാരുടെയും ശബ്ദം അയാൾ കേട്ടിട്ടില്ല. ഒരു തടവുകാരനെ സംബന്ധിച്ചിടത്തോളം കാവൽക്കാരൻ ഒരു മനുഷ്യനല്ല, മറിച്ച് ഒരു തടസ്സമാണ്. ദൈവത്തെ ഓർത്ത് വീണ്ടും സംസാരിക്കൂ എന്ന് ദാന്റെ നിലവിളിച്ചു. നിങ്ങളുടെ ശബ്ദം എന്നെ പേടിപ്പിക്കുന്നുണ്ടെങ്കിലും സംസാരിക്കൂ. നിങ്ങൾ ആരാണ്? നീ ആരാണ് എന്ന് ആ ശബ്ദം ചോദിച്ചു. ഒരു പാവം തടവുകാരൻ എന്ന് ദാന്റെ മറുപടി നൽകി. ഏത് രാജ്യക്കാരനാണ്? ഒരു ഫ്രഞ്ചുകാരൻ. നിന്റെ പേര്? എഡ്മണ്ട് ദാന്റെ. നിന്റെ ജോലി? ഒരു കപ്പൽ ജീവനക്കാരൻ. നീ എത്ര കാലമായി ഇവിടെയുണ്ട്? 1815 ഫെബ്രുവരി 28 മുതൽ. നിന്റെ കുറ്റം? ഞാൻ നിരപരാധിയാണ്. പക്ഷേ നിന്റെ മേൽ ചുമത്തിയ കുറ്റം എന്താണ്? ചക്രവർത്തിയുടെ തിരിച്ചുവരവിന് സഹായിക്കാൻ ഗൂഢാലോചന നടത്തി എന്നത്. എന്ത്? ചക്രവർത്തിയുടെ തിരിച്ചുവരവിനോ? അപ്പോൾ ചക്രവർത്തി ഇപ്പോൾ ഭരണത്തിലില്ലേ? അദ്ദേഹം 1814 ഭരണം ഒഴിഞ്ഞു. അദ്ദേഹത്തെ എൽപ്പദ്വീപിലേക്ക് അയച്ചു. ഇതൊന്നും അറിയാതെ നിങ്ങൾ എത്ര കാലമായി ഇവിടെയുണ്ട്? 1811 മുതൽ. ദാന്റെ നടുങ്ങിപ്പോയി. ഈ മനുഷ്യൻ തന്നേക്കാൾ 4 വർഷം കൂടുതൽ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി തുരക്കരുത് എന്ന് ആ ശബ്ദം പറഞ്ഞു. നിന്റെ തുരങ്കം എത്ര ഉയരത്തിലാണ്? തറയുടെ അതേ നിരപ്പിൽ. അത് എങ്ങനെയാണ് മറച്ചുവച്ചിരിക്കുന്നത്? എന്റെ കട്ടിലിന് പിന്നിൽ. നീ ഇവിടെ വന്ന ശേഷം നിന്റെ കട്ടിൽ മാറ്റിയിട്ടുണ്ടോ? ഇല്ല.
നിന്റെ മുറി എങ്ങോട്ടാണ് തുറക്കുന്നത്? ഒരു ഇടനാഴിയിലേക്ക്. ആ ഇടനാഴിയോ? ഒരു മുറ്റത്തേക്ക്. കഷ്ടം എന്ന് ആ ശബ്ദം മന്ത്രിച്ചു. എന്തുപറ്റി എന്ന് ദാന്റെ ചോദിച്ചു. എന്റെ കണക്കുകൂട്ടലിൽ തെറ്റ് പറ്റി. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തുനിന്ന് 15 അടി മാറിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നീ തുരക്കുന്ന ഈ മതിൽ കോട്ടയുടെ പുറംമതിലാണെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കടലിന് അടുത്തായിരിക്കില്ലേ? അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നിങ്ങൾ വിജയിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ കടലിലേക്ക് ചാടുമായിരുന്നു. അടുത്തുള്ള ഏതെങ്കിലും ദ്വീപിലേക്ക് നീന്തി രക്ഷപ്പെടുമായിരുന്നു. നിങ്ങൾക്ക് അത്രയും ദൂരം നീന്താൻ കഴിയുമോ? ദൈവം എനിക്ക് ശക്തി തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടോ? അതെ. നിന്റെ തുരങ്കം ശ്രദ്ധയോടെ അടച്ചുവെക്കുക. ഇനി പണിയെടുക്കരുത്. എന്റെ അറിയിപ്പിനായി കാത്തിരിക്കുക. നിങ്ങൾ ആരാണെന്ന് എങ്കിലും പറയൂ. ഞാൻ തടവുകാരൻ നമ്പർ 27 ആണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ദാന്റെ ചോദിച്ചു. ആഴങ്ങളിൽ നിന്ന് ഒരു ചിരി കേൾക്കുന്നതായി അയാൾക്ക് തോന്നി. ഞാൻ ഒരു വിശ്വാസിയാണ് എന്ന് ദാന്റെ പറഞ്ഞു. ആ മനുഷ്യൻ തന്നെ ഉപേക്ഷിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു. ഞാൻ ആരോടും ഒന്നും പറയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ദയവായി എന്നെ ഉപേക്ഷിക്കരുത്. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ ഈ മതിലിൽ തലയിടിച്ച് മരിക്കും. എന്റെ മരണത്തിന് നിങ്ങൾ ഉത്തരവാദിയാകും. നിനക്ക് എത്ര വയസ്സുണ്ട്? നിന്റെ ശബ്ദം ഒരു യുവാവിൻ്റേതാണ്. എന്റെ വയസ്സ് എനിക്കറിയില്ല. 1815-ൽ എന്നെ പിടിക്കുമ്പോൾ എനിക്ക് 19 വയസ്സായിരുന്നു. അപ്പോൾ നിനക്ക് 26 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് ആ ശബ്ദം മന്ത്രിച്ചു. ആ പ്രായത്തിൽ ഒരാൾ ചതിയനാകില്ല. ഒരിക്കലുമില്ല എന്ന് ദാന്റെ നിലവിളിച്ചു. നിങ്ങളെ ചതിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. നീ എന്നോട് സംസാരിച്ചത് നന്നായി. ഞാൻ മറ്റൊരു വഴി നോക്കി നിന്നെ വിട്ടുപോകാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ നിന്റെ പായം എനിക്ക് വിശ്വാസം നൽകുന്നു. ഞാൻ നിന്നെ മറക്കില്ല. കാത്തിരിക്കൂ. എത്ര കാലം? എനിക്ക് ചില കണക്കുകൂട്ടലുകൾ നടത്താനുണ്ട്. ഞാൻ നിനക്ക് സൂചന നൽകാം. പക്ഷേ നിങ്ങൾ എന്നെ വിട്ടുപോകരുത്. നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്നവരെക്കുറിച്ച് പറയൂ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് പറയാം. നിങ്ങൾക്കാരെങ്കിലും കാണുമല്ലോ. ഇല്ല, ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കൂ. നിങ്ങൾ ചെറുപ്പമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാകാം. പ്രായമുള്ള ആളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനാകാം. എനിക്ക് ഒരു അച്ഛനുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 70 വയസ്സുണ്ടാകും. പിന്നെ മെഴ്സിഡസ് എന്നൊരു പെൺകുട്ടിയും. എന്റെ അച്ഛൻ എന്നെ മറന്നിട്ടുണ്ടാകില്ല. പക്ഷേ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഞാൻ നിങ്ങളെ എന്റെ അച്ഛനെപ്പോലെ സ്നേഹിക്കും. ശരി, നാളെ കാണാം എന്ന് ആ ശബ്ദം പറഞ്ഞു. ആ വാക്കുകളിൽ സത്യസന്ധത ഉണ്ടായിരുന്നു. ദാന്റെ എഴുന്നേറ്റു മണ്ണും കല്ലും വൃത്തിയാക്കി കട്ടിൽ പഴയതുപോലെ വച്ചു. അയാൾക്ക് വലിയ സന്തോഷം തോന്നി. ഇനി അയാൾ ഒറ്റയ്ക്കല്ല. ഒരുപക്ഷേ അയാൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചേക്കാം. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു കൂട്ടുകാരനെയെങ്കിലും കിട്ടും. സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥന പോലെയാണ്. ദിവസം മുഴുവൻ ദാന്റെ തന്റെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്ക് കട്ടിലിൽ ഇരുന്ന് തന്റെ ഹൃദയത്തിൽ കൈവച്ചു. ചെറിയ ശബ്ദം കേട്ടാൽ പോലും അയാൾ വാതിലിനടുത്തേക്ക് ഓടി. തന്റെ കൂട്ടുകാരനിൽ നിന്ന് തന്നെ മാറ്റുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. അങ്ങനെ സംഭവിച്ചാൽ കാവൽക്കാരനെ കൊല്ലാൻ പോലും അയാൾ തയ്യാറായിരുന്നു.
വൈകുന്നേരം കാവൽക്കാരൻ വന്നു. ദാന്റെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. തന്റെ രഹസ്യം കാക്കാൻ അതായിരുന്നു നല്ലതെന്ന് അയാൾക്ക് തോന്നി. ദാന്തയുടെ കണ്ണുകളിലെ മാറ്റം കണ്ട് കാവൽക്കാരൻ ചോദിച്ചു, "എന്താ, നിനക്ക് വീണ്ടും ഭ്രാന്ത് പിടിച്ചോ?" ദാന്തസ് മറുപടി നൽകിയില്ല. തന്റെ ശബ്ദത്തിലെ വികാരം പുറത്തു വരുമെന്ന് അവൻ ഭയപ്പെട്ടു. ജയിലർ തലയാട്ടിക്കൊണ്ട് അവിടെനിന്ന് പോയി. രാത്രിയായി. നിശബ്ദതയുടെ ആ സമയത്ത് അയൽവാസി തന്നോട് സംസാരിക്കുമെന്ന് ദാന്തസ് പ്രതീക്ഷിച്ചു, പക്ഷേ അതുണ്ടായില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ ഭിത്തിയിൽ നിന്ന് കട്ടിൽ മാറ്റിയപ്പോൾ അവൻ 3 തട്ടുകൾ കേട്ടു. അവൻ ഉടനെ മുട്ടുകുത്തി ഇരുന്നു. "അത് നിങ്ങളാണോ?" "ഞാൻ ഇവിടെയുണ്ട്," അവൻ പറഞ്ഞു. "നിന്റെ ജയിലർ പോയോ?" "അതെ," ദാന്തസ് പറഞ്ഞു. "അവൻ വൈകുന്നേരം വരില്ല. അതുകൊണ്ട് നമുക്ക് 12 മണിക്കൂർ സമയമുണ്ട്. എങ്കിൽ എനിക്ക് ജോലി ചെയ്യാമോ?" ആ ശബ്ദം ചോദിച്ചു. "ഓ, തീർച്ചയായും. ഇപ്പോൾ തന്നെ തുടങ്ങൂ, ഞാൻ അപേക്ഷിക്കുന്നു." പെട്ടെന്ന് ദാന്തസ് കൈകൾ കുത്തി നിന്നിരുന്ന തറയുടെ ഒരു ഭാഗം താഴേക്ക് ഇടിഞ്ഞു. അവൻ വേഗത്തിൽ പിന്നോട്ട് മാറി. കല്ലുകളും മണ്ണും അവൻ ഉണ്ടാക്കിയ ദ്വാരത്തിന് താഴെയുള്ള കുഴിയിലേക്ക് വീണു. ആ തുരങ്കത്തിന്റെ ആഴം എത്രയാണെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. അതിന്റെ അടിയിൽ നിന്ന് ആദ്യം ഒരു തലയും പിന്നെ തോളുകളും ഒടുവിൽ ഒരു മനുഷ്യന്റെ മുഴുവൻ ശരീരവും പുറത്തുവന്നു. അയാൾ ദാന്തസിന്റെ മുറിയിലേക്ക് വേഗത്തിൽ ചാടിക്കയറി.